അത് സാറില്ല. എന്തൊരു തണുപ്പാ. തണുപ്പായിരുന്നുണ്ടാവില്ല. അറിയിച്ചു. അവിടെ നിൽക്കുമ്പോ തന്നെ കണ്ടു കുട്ടീന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ചെക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ കൊഴപ്പല്ല. അവിടുന്നല്ല, അയ്യോ അവിടുന്ന് ഞാൻ സ്ലൈഡ് കുത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാന്നാവോ കൂക്കിയപ്പോ പിന്നെ കൈമത്തെ വളക്കെ ഊരിയിലിടേണ്ടി വന്നു. ഊരിട്ടിഞ്ഞും സ്ലൈഡ് കുത്താതെ സ്ലൈഡ് കുത്താഞ്ഞാ മതിയായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. അല്ല, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ കേട്ടോ. അവിടെ പറയും കടലും മണലും ഇതൊക്കെ കാണുമ്പോഴേ. താങ്ക് യു. ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. മക്കൾ ഇന്നലെ കേക്കൊക്കെ കൊണ്ടുവന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ചിന്തയില്ല. ഞാൻ ഗുളികയൊക്കെ ഇങ്ങനെ പിച്ച് കീറി പാകാക്കി എടുക്കായിരുന്നു. അപ്പട്ട് ഇവരിങ്ങനെ ചിരിച്ചും കൊണ്ട് ഒരു രണ്ടാളും കൂടെ. അവിടെ ഉണ്ട് ശ്രീ. ഞാൻ പിന്നെ അന്വേഷിച്ചില്ല അവന്റെ കാര്യം. ഇപ്പൊ ശ്രീമോള് ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഉറങ്ങാണ് എന്നുള്ളതൊക്കെ. നാട് പോലെ നമ്മളെ തെങ്ങൊക്കെ കാണുമ്പോ നാട് പോലെ ആ മരുഭൂമി അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെട്ടോ. ഇവിടെ ഒന്നും നമ്മളെ നാടല്ലല്ലോ, ഇത്ര സുന്ദരമായ നാടല്ലല്ലോ. അതെ, അത് ഫ്ലൈറ്റിൽ തന്നെ കാണാണ്ട്. ഞാൻ ഒരിക്കലും വിചാരില്ല. ഈ കണ്ണുണ്ടല്ലോ, അമ്മയ്ക്ക് ആശാനീന്റെ അടുത്തേക്ക് പോവാറുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരില്ലാതെ ഞാൻ പോരുന്നില്ല എന്നൊക്കെ ഇതിൽ ഇങ്ങനെ നിൽക്കണേ ഞാനേ. ഇവൻ പെട്ടെന്ന് കണ്ടു. കാരണം 2-3 ദിവസം ആ ഹോട്ടൽ റൂമിൽ ഇരിക്കണ്ടല്ലോ പറഞ്ഞിട്ട്. എവിടെ ഞാനൊരാള് മാത്രം. അയാള് നാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി 9 മണിക്ക് വന്ന് 9 മണിക്ക് വന്ന അയാൾ അവിടെ കിടക്കണതാണ് പറഞ്ഞു. അതിനിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനില്. ബാഗ്സ് ഓൺ ബെൽറ്റ് അങ്ങനെയൊക്കെ എഴുതിക്കണ്ട്. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതിന്റെ സ്ക്രീനിലവിടെ. അടുത്തത് ഇനി മസ്കറ്റ് ഫ്ലൈറ്റ് ആണ്. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാടിലെ കൃഷി അത് ഞങ്ങൾ അവിടെ വേറൊരു ഭാഗമുണ്ട്. സൈഡല്ല യൂട്യൂബിലേക്കുള്ള അവിടെ നിന്ന് വരുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് ചെടി നട്ട പോലെ തെങ്ങ് നട്ടു. എല്ലാവർക്കും സന്തോഷമായില്ല. എങ്ങനെ കേട്ടോ നമ്മുടെ സലാല യാത്ര ഞാൻ നിങ്ങളെല്ലാവരും കണ്ടോട്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് വീഡിയോ. കൂട്ടുകാരി അവളുടെ ഹസ്ബൻഡിന് എന്നെ കൊണ്ടുപോകാൻ വന്നു. അങ്ങനെ കാറിലെ യാത്രയാണ്. അല്ല ബാഗല്ലുള്ളൂ. ഇതാണ് നമ്മളെ നമ്മുടെ ടൗണിലായില്ലേ.
മാറ്റം കണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ടൂറിനുണ്ടോ നോക്കിയായിരുന്നില്ലേ? ഞാൻ ടൂറിന് പോകുന്നതാണ്. കുറെ കാലം ഗ്രൂപ്പിലുള്ള ടൂറിന് വിളിക്കുന്നു. ഒറ്റ ഇപ്പൊ ഞാൻ ഇവിടെ ഈ വീട്ടിലെത്തി ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്റെ കുറച്ചേരൊക്കെ ടെൻഷൻ അടിച്ചെങ്കിലും ഉള്ളൂ. വലിയ ടെൻഷൻ ഒന്നും അടിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല. അവിടെ എത്തി. ഇതാ വീടെത്തി. വീട് കുറച്ചൊന്നല്ലാട്ട സ്ഥലം. എന്റെ താനും കൂടെ ഉണ്ടായതിൽ ഓടി കളിച്ച് പെറുക്കി വലിച്ചെറിയായിരുന്നല്ല അത് എടുത്തിട്ട്. പറ്റിയ ബോളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. ദൈവമേ ഇങ്ങോട്ടൊക്കെ റൂമാശേ എത്ര സ്ഥല. ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് സുൽത്താൻ കണ്ണൻ. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ അത് ആദ്യമായിട്ട് കാണാൻ കിട്ടും. സത്യം പറഞ്ഞ ഒരു ചെളുക്കൊക്കെ ഉള്ള മീനാണല്ലേ കഴിക്കളഞ്ഞ് കടയിൽ പോയാൽ കാണല്ലോ അല്ലേ. അങ്ങനെ എന്റെ ഫ്രണ്ട് ഇവിടെ എനിക്ക് വേണ്ടി പാചകം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. ഉപ്പേരി ഉണ്ട്, അവിയലുണ്ട്. ഞങ്ങൾ കഴിക്കുമ്പോൾ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ. ആണ് കിച്ചൺ.